നമസ്തേ. മിക്ക കുട്ടികളുടെയും പാരൻസിന് നമ്മൾ പാല് നിർത്താൻ പറയുമ്പോൾ ഭയങ്കര ഒരു കൺസേൺ ആണ്. നമുക്ക് എന്താ ഇതിനൊരു മറുപടിയായിട്ട് കൊടുക്കാൻ പറ്റുക? അത് സത്യമാണ്. കാരണം നമ്മൾ പാല് എന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് എല്ലാ പേരൻസും കരുതുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പഠിക്കുന്ന കാലം മുതലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് കലോറീസ് ദ പ്ലേറ്റ് എന്ന് പറയും. 2 മുട്ട, 1 ഗ്ലാസ് പാൽ, 1 ഏത്തപ്പഴം. ഇത് കഴിച്ചാലേ നമുക്ക് വേണ്ട ഒരു ഒരു എന്താ പറയുക, നറിഷ്മെന്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് എന്തോ ഇല്ലാണ്ടാവും എന്നുള്ളൊരു പേടി. ഇത് നമ്മളും പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റിവിട്ട ഒരു സ്ക്രിപ്റ്റാണ്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് നമുക്കങ്ങനെ കഴിക്കുന്ന സാധനങ്ങൾ നല്ലതായിരിക്കണം, നല്ല നറിഷ്മെൻ്റ് ഉണ്ടാവണം, അതിനകത്ത് ഡെഫിഷ്യൻസീസ് വരരുത്. എന്നിരുന്നാൽ പോലും ഈ പ്ലേറ്റിലുള്ള സാധനങ്ങൾ ദഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും കൂടെ ഒരു കൺസേൺ ആണ്. അതായത് നമ്മളിപ്പോൾ മുട്ട കഴിക്കണു, ആ മുട്ട പ്രോപ്പറായിട്ട് ദഹിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഈ മുട്ടയിലുണ്ടാകുന്ന കലോറി അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടൂല. അപ്പം ഏറ്റവും പ്രധാനം നോക്കേണ്ടത് നമ്മൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ കാര്യത്തിലായാലും അവർക്ക് കൊടുക്കുന്ന സാധനങ്ങൾ നന്നായിരിക്കണം. അതോടൊപ്പം ഇത് പ്രോപ്പറായിട്ട് ദഹിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. അതാണ് നമ്മളൊരു ഗട്ട് കറക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും പറയുന്ന ഒരു ഗ്ലൂട്ടൻ കേസിൻ കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാന അടിസ്ഥാനം തന്നെ ഈ ഗ്ലൂട്ടനിലും കേസിനിലും ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ പാലിലും ഗോതമ്പിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ആൽഫ പ്രോട്ടീൻ, ഇത് ദഹിക്കാതെ വരും. ദഹിക്കാതെ എന്ത് സാധനം ശരീരത്തിൽ കിടന്നാലും ഇതൊരു ടോക്സിനായിട്ട് മാറും. ശരീരം ഇതിനെ ഒരു ടോക്സിനായിട്ടാണ് കാണുക. ആമം എന്ന് ആയുർവേദം പറയും. ഈ ആമത്തത്വൻ്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് കുട്ടികൾക്ക് ഹൈപ്പർ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ പാല് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഓൾട്ടർനേറ്റ് എന്തായാലും വേണം, പക്ഷെ അത് ദഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കോൺസെപ്റ്റൂടെ നമ്മൾ നോക്കണം. അങ്ങനെ ദഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ കൊടുക്കുന്ന സാധനങ്ങൾ ശരീരത്തിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മിക്കവാറും പറയുക, ഈ പേരൻസിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, കുട്ടി എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചാൽ പാല് കുടിച്ചു, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ മാത്രമേ ആവുന്നുള്ളൂ. അല്ലാണ്ട് കുട്ടിക്കൊരു നറിഷ്മെൻറ്റും കിട്ടുന്നില്ല. പക്ഷെ അതോടൊപ്പം ഈ പാലിനെ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ പാല് കൊടുത്തു തുടങ്ങാം. അല്ലാതെ നമ്മൾ വെറുതെ കൊടുത്തത് കൊണ്ട് ഇറ്റ്സ് ഓൺലി ഫോർ ദ സേക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പേരൻസ്. നമസ്തേ.